വെൽക്കം ടു ജാസ് നെറ്റ്വർക്ക്. നമ്മളിപ്പോൾ ഇക്കോളജി എന്ന യൂണിറ്റിലെ ഓർഗനിസംസ് ആൻഡ് പോപ്പുലേഷൻസ് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഡിഫറെൻറ്റ് എബയോട്ടിക് ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാബിറ്റാറ്റ്സിനനുസരിച്ച് ഓർഗനിസംസ് എങ്ങനെ പ്രതികരിക്കുന്നു, അവയുടെ റെസ്പോൺസസ്, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഒരു ഹാബിറ്റാറ്റ്സിൽ ഒരു ഓർഗനിസത്തിന് ജീവിക്കുന്നതിന് വേണ്ടി അത് ചില അഡ്ജസ്റ്റ്മെന്റ്സ് നടത്താറുണ്ട്. ഈ അഡ്ജസ്റ്റ്മെന്റിനെയാണ് അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അഡാപ്റ്റേഷൻസിനെ കുറിച്ച് പഠിക്കാം. Adaptations are morphological, physiological, or behavioral adjustments of organisms that enables the organism to survive and reproduce in its habitat. അപ്പോൾ ഓർഗനിസത്തിന് അതിൻ്റെ ഹാബിറ്റാറ്റിൽ നിലനിൽക്കുന്നതിന് വേണ്ടി അത് മോർഫോളജിക്കലി അല്ലെങ്കിൽ ഫിസിയോളജിക്കലി അല്ലെങ്കിൽ ബിഹേവിയറൽ ആയിട്ടുള്ള ചില ചേഞ്ചസ്, ചില അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തുന്നു. അതിനെയാണ് അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഒരുപാട് ഓർഗനിസത്തിൽ ഇതുപോലെ അഡാപ്റ്റേഷൻസ് ഉണ്ട്. നമുക്കിന്ന് കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാം. The kangaroo rat in the North American desert can survive without water. Because of the absence of external source of water, their body gets water by the oxidation of fats in their body. അപ്പോൾ നോർത്ത് അമേരിക്കൻ ഡെസേർട്ടിലുള്ള ഒരു തരം റാറ്റാണ് കാംഗ്രൂ റാറ്റ് എന്ന് പറയുന്നത്. ഒരുതരം എലിയാണത്. കാംഗ്രൂ റാറ്റ് എന്ന് അതിനെ പറയുന്നത്, അത് കാംഗ്രൂവിനെ പോലെ ബൈപ്പഡൽ ആയിട്ടാണ്. ബൈപ്പഡൽ മീൻസ് അതിന് 4 കാലുണ്ടെങ്കിലും, നിങ്ങൾ കങ്കാരൂവിനെ അറിയാലോ, 4 കാലുണ്ടെങ്കിലും അത് 2 കാല് കൊണ്ട് ചാടിച്ചാടിയാണ് നടക്കുന്നത് അല്ലേ. മുമ്പിലത്തെ 2 കാല് അതിൻ്റെ ചെറിയതാണ്. അപ്പോൾ ബാക്കിലുള്ള ആ 2 കാലുകൊണ്ടാണ് അത് ചാടി ചാടി നടക്കുന്നത്. അതാണ് കാംഗരൂ. അപ്പൊ അതിനെ പോലെ ആണ് ഈ എലി. കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ആ പുറകിലത്തെ 2 കാലാണ്. അത് ഉപയോഗിച്ചാണ് അതിനെ ചാടി ചാടി നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ കാംഗരൂ റാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാംഗരൂ റാറ്റിന് വെള്ളമില്ലാതെ അതിന് എത്ര കാലം വേണമെങ്കിലും അതിന് ജീവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അപ്പൊ അതിന് അവിടെ വെള്ളം പുറത്ത് കിട്ടാനില്ല. അപ്പൊ പിന്നെ അതെന്താണ് യൂസ് ചെയ്യുന്നത്? അതിന്റെ ബോഡിക്ക് ആവശ്യമുള്ള വെള്ളം അതുണ്ടാക്കുന്നത് ബൈ ദ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റ്സ്. അതിൻ്റെ ശരീരത്തിലുള്ള ഫാറ്റ് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വാട്ടറാണ് അതിൻ്റെ മെറ്റബോളിക് പ്രവർത്തനത്തിനായിട്ട് അത് ഉപയോഗിക്കുന്നത്. അപ്പം അതിന് വെള്ളം എക്സ്റ്റേണലായിട്ട് വെള്ളം കിട്ടാനുള്ള വഴിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ അത് യൂസ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ ബോഡി ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നു. അതിന് എക്സ്റ്റേണൽ വാട്ടർ കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ ബോഡി ഈ വാട്ടർ കൊണ്ട് തൃപ്തിപ്പെടുന്നു. അതാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത്. ഇനി അതിനകത്തു നിന്നുള്ള വാട്ടർ ലോസ് മിനിമൈസ് ചെയ്യാനായിട്ട് എക്സ്ക്രീറ്റ് യൂറിൻ ഇൻ എ സോളിഡ് ഫോം ടു മിനിമൈസ് വാട്ടർ ലോസ്. അപ്പോൾ വാട്ടറിന്റെ നഷ്ടം ഒഴിവാക്കാനായിട്ട് അത് യൂറിൻ പാസ് ചെയ്യുന്നത് സോളിഡ് ആയിട്ടാണ്. അതായത് ദ്രാവക രൂപത്തിലല്ല അതിന്റെ യൂറിൻ പോകുന്നത്, അത് സോളിഡ് ആയിട്ടാണ് പോകുന്നത്. അതാണ് കാംഗരൂ റാറ്റിന്റെ പ്രത്യേകത. അപ്പോൾ അത് ആ മരുഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ ഉള്ള അഡ്ജസ്റ്റ്മെന്റ് അതിന്റെ ബോഡി നടത്തുന്നു. അതാണ് എക്സാമ്പിൾ എന്ന് പറഞ്ഞത്. Many desert plants have xerophytic adaptations. ഡെസേർട്ടിൽ വളരുന്ന അല്ലെങ്കിൽ വെള്ളം കുറവുള്ള സ്ഥലത്ത് വളരുന്നതിനാണ് സീറോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെസേർട്ടിന് വളരുന്നതിന് അതിന് ചില അഡ്ജസ്റ്റ്മെന്റ് അതിന് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെസേർട്ട് പ്ലാന്റ്സിന് എന്തൊക്കെയാണ് സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻസ് ഉള്ളത്? They have thick cuticles, sunken stomata and reduced leaves. Thick cuticle, sunken stomata and reduced leaves to minimize water loss through transpiration. What is transpiration? The loss of water in the form of water vapor through the stomata. സ്റ്റൊമാറ്റയിലൂടെ വെള്ളം വേപ്പർ ആയിട്ട് നഷ്ടപ്പെട്ടു പോകുന്നതിനാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ട്രാൻസ്പിറേഷനിലൂടെ വെള്ളം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ചില അഡാപ്റ്റേഷൻസ് ആണ് തിക്ക് ക്യൂട്ടിക്കിൾ, സങ്കൺ സ്റ്റൊമാറ്റ ആൻഡ് റെഡ്യൂസ്ഡ് ലീഫ്. സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റൊമാറ്റ ആർ സ്മോൾ ഓപ്പണിങ്സ് ഇൻ ദി എപ്പിഡെർമിസ്. അപ്പൊ എപ്പിഡെർമിസിൽ കാണുന്ന ചില സുഷിരങ്ങൾക്കാണ് നമ്മൾ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ലീഫിന്
രണ്ട് എപ്പിഡർമിസ് ഉണ്ടായിരിക്കും, ഒരു അപ്പർ എപ്പിഡർമീസ് ഒരു ലോവർ എപ്പിഡർമീസ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ അനാട്ടമിയിൽ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പർ എപ്പിഡർമീസ്, ലോവർ എപ്പിഡർമീസ്. സ്റ്റൊമാറ്റ സാധാരണ ലോവർ എപ്പിഡർമിസിലാണ് സ്റ്റൊമാറ്റ കാണുന്നത്. അപ്പോൾ സ്റ്റൊമാറ്റയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഗാർഡ് സെൽസ്, കിഡ്നി ഷേപ്ഡ് ഗാർഡ് സെൽസ്. അപ്പോൾ ഈ ഓപ്പണിങ്ങിനാണ് നമ്മൾ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അപ്പർ എപ്പിഡർമിസ്, ലോവർ എപ്പിഡർമിസ്. ഇവിടെ ഇടക്കുള്ള ടിഷ്യൂ മീസോഫിൽ ടിഷ്യൂ. അത് ചിലപ്പോൾ രണ്ട് പാലിസൈഡ്, സ്പോഞ്ചി ഇങ്ങനെ രണ്ടായിട്ടൊക്കെ കാണും. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചു കഴിഞ്ഞതാണ്. സാധാരണ ഒരു നോർമൽ ലീഫിലാണെങ്കിൽ അപ്പർ എപ്പിഡർമിസ്, ലോവർ എപ്പിഡർമിസ്, ലോവർ എപ്പിഡർമിസിൽ സ്റ്റൊമാറ്റ ഇങ്ങനെയാണ് കാണുന്നത്. ഇനി ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അതിന്റെ എപ്പിഡർമിസിന് മുകളിലും താഴെയുള്ള എപ്പിഡർമിസിലും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അതിന്റെ പുറത്ത് ഒരു വാക്സി കോട്ടിംഗ് ഉണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ നോർമൽ ലീഫില് ഒരു സാധാരണ ഒരു തിന്നായിട്ടുള്ള ഒരു ക്യൂട്ടിക്കിൾ ആണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ സീറോഫൈറ്റിക് പ്ലാന്റ്സിൽ, ഡെസേർട്ട് പ്ലാന്റ്സിലാണെങ്കിൽ ഈ ക്യൂട്ടിക്കിൾ തിക്കായിരിക്കും. നല്ല തിക്കായിട്ടുള്ള ക്യൂട്ടിക്കിൾ ഉണ്ടായിരിക്കും. രണ്ട് സൈഡിലും തിക്കായിട്ടുള്ള ക്യൂട്ടിക്കിൾ ഉണ്ടാവുന്നു. ഇനി അടുത്ത പ്രത്യേകത എന്താണ്? സങ്കൺ സ്റ്റൊമാറ്റ. അപ്പൊ സാധാരണഗതിയിൽ സ്റ്റൊമാറ്റ ഇങ്ങനെയാണ് കാണുന്നത്. പക്ഷേ സീറോഫൈറ്റിക് പ്ലാന്റ്സിൽ ഇങ്ങനെയല്ല സ്റ്റൊമാറ്റ കാണുന്നത്. പകരം സ്റ്റൊമാറ്റ സിങ്ക് ഇൻ ടു ദി മീസോഫിൽ ടിഷ്യൂ. ഈ ഇടക്കുള്ള ടിഷ്യൂ ആണ് മീസോഫിൽ ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോ എപ്പിഡർമിസിൽ നിന്ന് ഇത് സ്റ്റൊമാറ്റ കുറച്ച് ഇടക്ക് ചില സ്ഥലങ്ങളിൽ എപ്പിഡർമിസ് ഇങ്ങനെ അകത്തോട്ട് വളഞ്ഞിരിക്കും. നേരെ കാണുന്നതിന് പകരം അതിങ്ങനെ, ഇതല്ലേ മീസോഫിൽ ടിഷ്യൂ, ആ മീസോഫിൽ ടിഷ്യൂവിനകത്തേക്ക് അത് കുറച്ച് ഉള്ളിലേക്ക് സിങ്ക് ചെയ്ത് കാണുന്നു. എന്നിട്ട് ഇവിടെയാണ് സ്റ്റൊമാറ്റ വരുന്നത്. കണ്ട, നോർമൽ ലെവലിൽ നിന്ന് വരാതെ അതിങ്ങനെ അകത്തോട്ട് ഇങ്ങനെ കുഴിഞ്ഞു കുഴിഞ്ഞു വരുന്നു. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ടാണ് സ്റ്റൊമാറ്റ ഉണ്ടാകുന്നത്. അതായത് സ്റ്റൊമാറ്റ സിങ്സ് ഇൻ ടു ദി മീസോഫിൽ ടിഷ്യൂ. ആ മീസോഫിൽ ടിഷ്യൂയിലേക്ക് സിങ്ക് ചെയ്ത് കിടക്കുന്നു, അതിലേക്ക് ഊഴ്ന്നു കിടക്കുന്നു. അതിനാണ് സങ്കൺ സ്റ്റൊമാറ്റ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ ഇത് നോർമൽ പ്ലാന്റ്സിൽ ഇങ്ങനെയാണ് കാണുന്നത്. സങ്കൺ സ്റ്റൊമാറ്റ. ഇതിനെയാണ് നമ്മൾ സങ്കൺ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. സങ്കൺ. സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻസ്, തിക്ക് ക്യൂട്ടിക്കിൾ, സങ്കൺ സ്റ്റൊമാറ്റ, റെഡ്യൂസ്ഡ് ലീഫ്. ലീഫ് ചെറുതായിരിക്കും. എന്തിനാണ് ഇതെല്ലാം? ടു മിനിമൈസ് വാട്ടർ ലോസ് ത്രൂ ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷനിലൂടെ വെള്ളം അധികം നഷ്ടപ്പെട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി ഈ പ്ലാന്റ്സില് വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. ദേ ഹാവ് എ സ്പെഷ്യൽ ഫോട്ടോസിന്തറ്റിക് പാത്വേ. നോർമൽ ആയിട്ടുള്ള പാത്വേ അല്ല, നമ്മൾ പഠിച്ചതാണല്ലേ C3 സൈക്കിൾ. നോർമൽ ആയിട്ടുള്ളത് C3 സൈക്കിൾ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സീറോഫൈറ്റിക് പ്ലാന്റ്സിൽ ഒരു പ്രത്യേക തരം ഫോട്ടോസിന്തറ്റിക്, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫോട്ടോസിന്തറ്റിക് പാത്വേ ആണുള്ളത്. ദേ ആർ നോൺ ആസ് CAM പാത്വേ. അതായത് ക്രാസുലേസിയൻ ആസിഡ് മെറ്റബോളിസം എന്നാണ് അതിന്റെ ഫുൾ ഫോം. CAM പാത്വേ, ക്രാസുലേസിയൻ ആസിഡ് മെറ്റബോളിസം പാത്വേ. അപ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാനില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതെന്താന്ന് ഒരു പേര് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സീറോഫൈറ്റിക് പ്ലാന്റ്സിൽ ഒരു പ്രത്യേക തരം ഫോട്ടോസിന്തറ്റിക് പാത്വേ ആണ്. അതിന് CAM പാത്വേ എന്നാണ് പറയുന്നത്. That enables the stomata to remain closed during daytime. സ്റ്റൊമാറ്റ ഡേ ടൈമിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു. സാധാരണ ഉള്ള പ്ലാന്റ്സിലെല്ലാം സ്റ്റൊമാറ്റ ഡേ ടൈമിൽ ഓപ്പൺ ചെയ്യുന്നു, നൈറ്റിലാണ് ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഡേ ടൈമിൽ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇതുപോലെ കാക്ടസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? കാക്ടസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കള്ളിച്ചെടികൾ. കാക്ടസ്, കള്ളിമുൾച്ചെടികൾ എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോ അതില് ഒപ്പൻഷ്യ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരുപാട് കള്ളിച്ചെടികളുണ്ട്. അതില് ഒപ്പൻഷ്യ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. ഒപ്പൻഷ്യ.
ഇവിടെ നമ്മൾ ഈ മുള്ള് പോലെ കാണുന്ന ഇതിനെ സ്പൈൻസ് എന്ന് പറയും. സ്പൈൻസ് അതായത് ചെറിയ ബ്രിസിൽ പോലുള്ള മുള്ളിലാണ് സ്പൈൻ എന്ന് പറയുന്നത്. ഹിയർ ദ ലീവ്സ് ആർ മോഡിഫൈഡ് ടു സ്പൈൻസ്. ഇവിടെ ലീഫ് മോഡിഫൈ ചെയ്തിട്ട് സ്പൈൻ ആയിട്ട് മാറിയിരിക്കുന്നു. ഹിയർ ദ ഫോട്ടോസിന്തറ്റിക് ഫംഗ്ഷൻ ഈസ് ടേക്കൺ ഓവർ ബൈ ദി ഫ്ലാറ്റൻഡ് സ്റ്റെം. അപ്പോൾ ഇവിടുത്തെ സ്റ്റെം ആണ് ഇവിടെ ലീഫ് പോലെ ഇങ്ങനെ പരന്ന് കാണുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് ലീഫ് ഇല്ലാത്തത് കൊണ്ട് ഫോട്ടോസിന്തസിസ് നടത്തുന്നത് ഈ ഫ്ലാറ്റൻഡ് സ്റ്റെം ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതെല്ലാം സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻസ്. മരുഭൂമിയിൽ വളരുന്നതിന് വേണ്ടി അതിനുള്ള അനുകൂലനങ്ങൾ അല്ലെങ്കിൽ അതിനായിട്ട് വേണ്ടുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ പറഞ്ഞത്. ക്ലിയർ ആയോ എല്ലാവർക്കും? Mammals from cold climates have shorter ears and limbs to minimize heat loss. അപ്പോൾ കോൾഡ് ക്ലൈമറ്റ് അല്ലെങ്കിൽ തണുത്ത സ്ഥലങ്ങളിൽ ജീവിക്കുന്ന മാമൽസ് അതിൻ്റെ ചെവികള് ഇയേഴ്സ് ചെറുതായിരിക്കും, അതുപോലെ അതിൻ്റെ ലിംസ് അതിൻ്റെ കൈകാലുകളും ചെറുതായിരിക്കും. തണുത്ത സ്ഥലത്തല്ലേ അത് ജീവിക്കുന്നത്. അപ്പൊ തണുത്ത സ്ഥലത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ബോഡി ഹീറ്റ് കുറഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഹീറ്റ് ലോസ് ഉണ്ടാകും. അപ്പൊ ആ ഹീറ്റ് ലോസ് ആ സർഫസ് ഏരിയ കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിന്റെ ചെവികൾ ചെറുതായിരിക്കും, അതിന്റെ ലിംസും ചെറുതായിരിക്കും. ദിസ് ഇസ് നോൺ ഏസ് അല്ലൻസ് റൂൾ. Allen's rule. അതായത് mammals from cold climates have shorter ears and limbs to minimize heat loss. ചൂടിൻ്റെ നഷ്ടം അല്ലെങ്കിൽ ആ ഹീറ്റിന്റെ നഷ്ടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇയേഴ്സും അതിൻ്റെ ലിംസും ചെറുതായിരിക്കുന്നത്. അതിനാണ് അല്ലൻസ് റൂൾ എന്ന് പറയുന്നത്. അതുപോലെ aquatic mammals in the polar regionിലുള്ള aquatic mammals in the polar region have a thick layer of fat called blubber below their skin. So aquatic mammals like seals in the polar region have a thick layer of fat below their skin to reduce loss of heat. അപ്പൊ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞു കോൾഡ് റീജിയനിലുള്ള മാമൽസിന്റെ ഇയേഴ്സും ലിംസും ചെറുതായിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ വേറൊരു എക്സാമ്പിൾ ആണ് ഈ അക്വാട്ടിക് ആയിട്ടുള്ള ഒരു മാമലാണ് സീൽ എന്ന് പറയുന്നത്. സീൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? സീൽ. അപ്പോൾ സീലിന്റെ ബോഡിയിൽ അതിന്റെ സ്കിന്നിന്റെ അടിയിലായിട്ട് ഒരു തിക്ക് ലെയർ ഓഫ് ഫാറ്റ്, നല്ല കട്ടിയിൽ ഫാറ്റ് ഉണ്ടായിരിക്കും. അതിനെയാണ് ബ്ലബ്ബർ എന്ന് പറയുന്നത്. അത് ഒരു ഇൻസുലേറ്റർ പോലെ ആക്ട് ചെയ്തിട്ട് അത് ഹീറ്റ് ലോസ് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഹീറ്റ് ലോസ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ബ്ലബ്ബർ എന്ന് പറയുന്നത്. ബ്ലബ്ബർ എന്താണ് ആക്ച്വലി? ദേ ആർ തിക്ക് ലെയർ ഓഫ് ഫാറ്റ്, നല്ല കട്ടിയുള്ള ഫാറ്റ് ആണ്. നിങ്ങൾ പിഗിന്റെ ഇറച്ചി കണ്ടിട്ടുണ്ടോ? പോർക്കിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതറിയാൻ പറ്റും. അതിന്റെ സ്കിന്നിന്റെ അടിയിൽ നല്ല തിക്ക് ലെയർ ആയിട്ട് ഫാറ്റ് കാണാൻ പറ്റും. അപ്പൊ അതുപോലെ ഹൈലി തിക്കായിട്ടുള്ള ഫാറ്റ് ആണ് ഈ സീലിന്റെ ബോഡി സ്കിന്നിന്റെ അടിയിലുള്ളത്. അതിനാണ് നമ്മൾ ബ്ലബ്ബർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതൊരു ഇൻസുലേറ്റർ പോലെ പ്രവർത്തിച്ച് ഹീറ്റ് ലോസ് ആകുന്നത് തടയുന്നു. ഹീറ്റിനെ അത് കടത്തിവിടുന്നില്ല. അതാണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് അത് ഹീറ്റിനെ അതിലൂടെ കടത്തിവിടുന്നില്ല. അപ്പൊ ബോഡി ഹീറ്റ് കുറയാതെ അത് കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ അത് ആ തണുത്ത സ്ഥലത്ത് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ ആണ്. In stressful situations, some organisms shows physiological adaptations. For example, when we go to high altitude mountains, we can experience some symptoms like nausea, fatigue, heart palpitations, etc. This is known as altitude sickness. അപ്പോൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ചില ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻസ് നമ്മൾ കാണിക്കും. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള മൗണ്ടൻസ്. നമ്മളിവിടെ നിന്ന് ഹില്ലി ഏരിയാസിൽ നമുക്ക് നോസിയ, എന്താണ്, ഓക്കാനം വരുന്നു, അതുപോലെ ഫറ്റീഗ്, ക്ഷീണം വരുന്നു, നമ്മുടെ ഹാർട്ട്
പാൽപിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഹൃദയം ഇടിക്കുന്നത് കൂടുന്നു, ഹാർട്ടിന്റെ ഇടിപ്പ് കൂടുന്നു, അതാണ് പാൽപിറ്റേഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നു. ഇതിനെയാണ് ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ റേഞ്ചിലൊക്കെ പോകുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? This is because in high altitudes the atmospheric pressure is very low, so our body does not get enough oxygen. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഓക്സിജൻ കിട്ടാതെ വരുന്നു. മുകളിലോട്ട് പോകുന്തോറും പ്രഷർ കുറഞ്ഞു 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 വരുന്നു. അപ്പോൾ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന പ്രഷർ വ്യതിയാനം കൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ ഇതുപോലെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിന് കാരണം നമുക്കപ്പോൾ പ്രഷർ വ്യതിയാനം വരുന്നത് കൊണ്ട് നമുക്ക് ഓക്സിജൻ കിട്ടാതെ വരുന്നു. നമ്മുടെ ബോഡി ഡസ് നോട്ട് ഗെറ്റ് ഓക്സിജൻ. ആ സമയത്ത് ഓക്സിജൻ കുറവ് വരുന്നു അല്ലെങ്കിൽ കിട്ടാതെ വരുന്നു. അതുകൊണ്ടാണ് ഈ സിക്നസ് ഉണ്ടാകുന്നത്. ബട്ട് ഗ്രാജുവലി യു ഗെറ്റ് അക്ലിമറ്റൈസ്ഡ് ആൻഡ് സ്റ്റോപ്പ് എക്സ്പീരിയൻസിങ് ദി ഓൾട്ടിറ്റ്യൂഡ് സിക്നസ്. പെട്ടെന്ന് തന്നെ ഗ്രാജുവലായിട്ട് നമ്മൾ പോയി ആ റേഞ്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഈ വക ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കുറച്ചു നേരം അവിടെ തന്നെ ആ കാലാവസ്ഥയിൽ തുടരുകയാണെങ്കിൽ നമ്മുടെ ബോഡി അതിൽ നിന്ന് മാറുന്നു. ആ മാറിയ കാലാവസ്ഥയുമായിട്ട് അക്ലിമറ്റൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതുമായിട്ട് യോജിക്കുന്നു, ഇണങ്ങിച്ചേരുന്നു. ഹൗ ഡിഡ് യുവർ ബോഡി സോൾവ് ദിസ് പ്രോബ്ലം? അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ബോഡി അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തത്? The body compensates the low oxygen availability by increasing RBC production and decreasing the binding affinity of hemoglobin and increase the breathing rate. അപ്പോൾ നമ്മുടെ ബോഡി അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി? അപ്പോൾ ആ ലോ അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ അതിനെ നമുക്ക് തരണം ചെയ്യുന്നതിന്, അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് നമ്മുടെ ബോഡിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി. എന്ത് മാറ്റമാണ് ഉണ്ടായത്? റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ ബൈൻഡിങ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പൊ ആ ഹീമോഗ്ലോബിൻ ആണ് ബ്ലഡില് ഓക്സിജൻ ട്രാൻസ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നത് ഹീമോഗ്ലോബിൻ ആണ്. അപ്പോൾ ആ ഹീമോഗ്ലോബിൻ ആക്ച്വലി അത് 4 മോളിക്യൂൾസ് ഓക്സിജനെയാണ് ഒരു സമയത്ത് ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂൾ അതിനെ ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓക്സിജനെ ബൈൻഡ് ചെയ്യുന്നതിനുള്ള അതിന്റെ അഫിനിറ്റി കുറക്കുന്നു. മനസ്സിലായോ? അപ്പൊ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഈ പറഞ്ഞത്. RBC പ്രൊഡക്ഷൻ കൂട്ടുന്നു, ബൈൻഡിങ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ഡിക്രീസ് ചെയ്യുന്നു, ആൻഡ് ദെൻ ഇൻക്രീസ് ദ ബ്രീത്തിങ് റേറ്റ്. ഇൻക്രീസ് ദ ബ്രീത്തിങ് റേറ്റ്. നമ്മൾ ശ്വാസം എടുക്കുന്നത് അത് ഇൻക്രീസ് ചെയ്യുന്നു, അതിന്റെ റേറ്റ് കൂടുന്നു, കൂടുതലായിട്ട് ശ്വാസം എടുക്കുന്നു. അതാണ് ബ്രീത്തിങ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ പെട്ടെന്ന് ആ പരിതസ്ഥിതിയുമായിട്ട് അക്ലിമറ്റൈസ് ചെയ്യാൻ പറ്റുന്നത്. ഈ നമ്മുടെ ബോഡി പെട്ടെന്ന് തന്നെ ഈ പ്രവർത്തനങ്ങൾ ചെയ്തത് കൊണ്ടാണ്. ഏതെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തു? RBC പ്രൊഡക്ഷൻ കൂട്ടി, ഡിക്രീസ് ദ ബൈൻഡിങ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ആൻഡ് ഇൻക്രീസ് ദ ബ്രീത്ത് റേറ്റ്. ഇതെല്ലാം ചെയ്തത് കൊണ്ടാണ് അവിടെ നമുക്ക് ആ ഓക്സിജൻ ഇല്ലാതെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റിയത്. That is why the tribes live in high altitude of Himalayas shows higher RBC count than the people living in the plains. സമതലങ്ങളിലെ ജീവിക്കുന്ന ആളുകളെക്കാൾ RBC കൗണ്ട് കൂടുതലായിരിക്കും ട്രൈബ്സ്, ഹിമാലയത്തിന്റെ ഒക്കെ മുകളിൽ ഉള്ള ട്രൈബ്സ്, ആദിവാസികളില് ഈ RBC കൗണ്ട്, അവരുടെ RBCയുടെ എണ്ണം കൂടുന്നതിന് കാരണം ഇതാണ്. കാരണം എന്താണ്? മുകളിലോട്ട് പോകുമ്പോൾ പ്രഷർ കുറയുന്നു, പ്രഷർ കുറയുമ്പോൾ ഓക്സിജൻ അവൈലബിലിറ്റി കുറയുന്നു. അപ്പോൾ അവരുടെ ബോഡിയിൽ RBC പ്രൊഡക്ഷൻ കൂടുന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. RBC കൗണ്ട് ട്രൈബ്സിന് സമതലങ്ങളിൽ അല്ലെങ്കിൽ പ്ലെയിൻസിൽ ജീവിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ RBC കൗണ്ട് ആയിരിക്കും ട്രൈബ്സിന്റെ ബ്ലഡിലുള്ളത്. എന്തുകൊണ്ട്? മനസ്സിലായല്ലോ എന്തുകൊണ്ടാണെന്ന്. അപ്പൊ അവിടെ അവര് ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ജീവിക്കുന്നത് കൊണ്ട് അവിടെ പ്രഷർ കുറവായിരിക്കും. പ്രഷർ കുറവാകുമ്പോൾ ഓക്സിജൻ കിട്ടുന്നതിന് കുറവ് വരുന്നു. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്
അവരുടെ ബ്ലഡില് RBC കൗണ്ട് കൂടുതലുള്ളത്. In most animals, the metabolic reactions and hence the physiological functions takes place at a narrow range of temperatures. ഒരുപാട് കൂടിയ ടെമ്പറേച്ചറിലല്ല. മോസ്റ്റ് ആനിമൽസ്, കൂടുതലും ആനിമൽസിൽ അതിൻ്റെ ഒപ്റ്റിമം ആയിട്ട് അതിൻ്റെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ മെറ്റബോളിക് പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ഒരു നേരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, അതായത് ഒരുപാട് കൂടിയ ടെമ്പറേച്ചറിലല്ല, നമുക്ക് ഒരു നോർമൽ ടെമ്പറേച്ചർ. നമ്മുടെ ബോഡിക്ക് ഒരു ടെമ്പറേച്ചർ ഉണ്ട്, എപ്പോഴും നമ്മുടെ ബോഡി കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിന് നമുക്ക് ഒരു നോർമൽ ടെമ്പറേച്ചർ 37°C. അതുപോലെ മിക്ക ആനിമൽസിനും ഒരു നേരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ, മെറ്റബോളിക് പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. But there are certain microbes which live in hot springs and deep sea hydrothermal vents where the temperatures exceed 100°C. അപ്പോൾ ഒരു നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലാണ് മോസ്റ്റ് ഓഫ് ദി ഓർഗനിസംസ് താമസിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മെറ്റബോളിക് ഫങ്ഷൻസ് ഒക്കെ ഫങ്ഷൻ ചെയ്യുന്നത്. ബട്ട് ദർ ആർ സർട്ടൻ മൈക്രോബ്സ്, ചില മൈക്രോബ്സുകൾ ഹോട്ട് സ്പ്രിങ്ങിൽ, നല്ല ചൂടായിട്ടുള്ള ഹോട്ട് സ്പ്രിങ്ങുകൾ ഉണ്ടല്ലേ, ഹോട്ട് സ്പ്രിങ് നിങ്ങൾക്കറിയാം, അങ്ങനെയുള്ള ചൂടായിട്ടുള്ള ഹോട്ട് സ്പ്രിങ്ങുകളിലും അതുപോലെ ഹൈഡ്രോതെർമൽ വെൻസ്, ഡീപ് സീ ഹൈഡ്രോതെർമൽ വെൻസ്. ഹൈഡ്രോതെർമൽ വെൻസ് എന്ന് പറയുന്നത് ഡീപ് സീ ബെഡ്സ്, അതായത് ആ സീയുടെ ഫ്ലോറിൽ ഫിഷർ ഉണ്ടാകുന്നു, എന്നിട്ട് ഫ്രം വിച്ച് ദി ജിയോതെർമൽ വാട്ടർ ഡിസ്ചാർജസ് ഫ്രം ദിസ് വെന്റ്. ഫിഷർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു വിള്ളൽ ഉണ്ടാകുക, അതായത് ഈ കടലിന്റെ ഏറ്റവും അടിത്തട്ടില് ഫിഷർ ഉണ്ടാകുന്നു, അതിന്റെ ആ ഉൾഭാഗം തിളച്ചു മറിഞ്ഞു കിടക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തിളച്ചു മറിഞ്ഞു കിടക്കുന്ന ഹോട്ടായിട്ടുള്ള ജിയോതെർമൽ വാട്ടർ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അതാണ് ഹൈഡ്രോതെർമൽ വെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കടലിന്റെ ഏറ്റവും അടിത്തട്ടിൽ ഇടക്ക് ചില വിള്ളൽ വന്ന് അതിൽ നിന്നാണ് ഈ ഹൈഡ്രോതെർമൽ ആയിട്ടുള്ള വാട്ടർ പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത്. തിളച്ചു മറിഞ്ഞു കിടക്കുന്ന വാട്ടറാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ 100°യിലും ഒരുപാട് കൂടുതലായിട്ടുള്ള വാട്ടറാണ് അതിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതിന് അവിടെയും ജീവികൾ ജീവിക്കുന്നു. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? അതെങ്ങനെ സാധിക്കും? സാധാരണ ജീവികൾക്ക് ഹൈ ടെമ്പറേച്ചർ വന്നാൽ അവരുടെ എൻസൈം പ്രവർത്തിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ എൻസൈമിന് ഡിനാച്ചുറേഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ് ബോഡി പ്രവർത്തനങ്ങളൊക്കെ നടക്കാതെ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ജീവികൾക്ക് ഇത്രയും കൂടിയ ടെമ്പറേച്ചറിലും ജീവിക്കാൻ കഴിയുന്നു. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ദ പ്രസൻസ് ഓഫ് ഹൈ ലെവൽസ് ഓഫ് saturated fatty acids help them to withstand temperatures over 100°C without denaturing the enzymes in their body. അപ്പോൾ അവരുടെ ബോഡിയിലുള്ള എൻസൈമിനൊന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഹൈ ലെവൽ ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അവരുടെ ബോഡിയിൽ ഒരുപാട് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ഉള്ളത് കൊണ്ട്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ? ഹോട്ട് സ്പ്രിങ്ങുകളിലും അതുപോലെ ഡീപ് സീ ഹൈഡ്രോതെർമൽ വെൻസിലുമെല്ലാം ജീവികൾ ജീവിക്കുന്നതിന് കാരണം ആ ജീവികളിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഹൈ ലെവലിലുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവിടെ അവർക്ക് ജീവിക്കാൻ കഴിയുന്നത്. മെനി ഫിഷസ് live in Antarctic waters where the temperatures always below 0°C, that is sub-zero levels. സീറോയിനേക്കാൾ താഴ്ന്ന ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ള വാട്ടറാണ് ഈ അന്റാർട്ടിക് റീജിയനിലൊക്കെ ഉള്ളത്. അപ്പോൾ പോളാർ റീജിയനിൽ അത്രയും കുറവ് ടെമ്പറേച്ചർ, അതായത് സബ് സീറോ ലെവലിൽ സീറോയേക്കാൾ താഴ്ന്ന ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളിൽ ചില ഫിഷസ് ജീവിക്കുന്നുണ്ട്. ഹൗ ഡു ദേ മാനേജ് ടു കീപ് ദെയർ ബോഡി ഫ്ലൂയിഡ്സ് ഫ്രം ഫ്രീസിങ്? നമുക്കറിയാം, സാധാരണ ഇത്രയും താഴ്ന്ന ടെമ്പറേച്ചർ വരുമ്പോൾ നമ്മുടെ ബോഡി ഫ്ലൂയിഡൊക്കെ ഫ്രീസ് ആയിട്ട് പോകുന്നു. സാധാരണഗതിയിൽ ഏത് ജീവിയുടെ ആണെങ്കിലും ഇങ്ങനെ സബ് സീറോ ലെവലിലേക്ക് വരുമ്പോൾ, ടെമ്പറേച്ചർ അത്രയും കുറഞ്ഞു വരുമ്പോൾ ബോഡി ഫ്ലൂയിഡ്സ് എല്ലാം ഫ്രീസ് ചെയ്തു പോകുന്നു. നമ്മുടെ ബോഡിയിൽ എന്തെല്ലാം ഫ്ലൂയിഡ് ഉണ്ടോ, ബ്ലഡ്, അതെല്ലാം ഫ്രീസ് ചെയ്തു പോകും അല്ലേ? പക്ഷെ ഇവർക്ക് എങ്ങനെയാ അത് ഫ്രീസ് ചെയ്യാതെ? അപ്പോൾ ഇത്രയും തണുപ്പത്ത് അവിടെ ചില ഫിഷസ് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ബോഡി ഫ്ലൂയിഡ് ഫ്രീസ് ചെയ്യുന്നു പോകുന്നില്ല. അപ്പോൾ അവർക്ക് അതെങ്ങനെ
അവരതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരത് എന്ത് അഡാപ്റ്റേഷൻസ് ആണ് അവരിലുള്ളത്? ബിക്കോസ് ദേ ഹാവ് സം ആൻറ്റി ഫ്രീസ് പ്രോട്ടീൻസ്. അപ്പോൾ അവർക്ക് അവിടെ ജീവിക്കാൻ സഹായിക്കുന്നത് ചില ആൻറ്റി ഫ്രീസ് പ്രോട്ടീൻ. അപ്പോൾ ദിസ് ആൻറ്റി ഫ്രീസ് പ്രോട്ടീൻ along with their normal body salts help them to prevent freezing. These antifreeze proteins along with normal body salts decrease the freezing point of blood and other body fluids below the freezing point of seawater. This antifreeze protein along with the normal body salts decrease the freezing point of blood and other body fluids below the freezing point of seawater. സീ വാട്ടർ ഫ്രീസ് ചെയ്യുന്ന ആ സീ വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിന്റ്, ഫ്രീസ് ആകാനുള്ള ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ ഫ്രീസിങ് പോയിന്റ് സീ വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിന്റിനേക്കാൾ കുറവുള്ള ഫ്രീസിങ് പോയിന്റിലേക്ക് ഇതിനെ എത്തിക്കുന്നു. ഇതിൻ്റെ ബോഡി ഫ്ലൂയിഡും ഇതിൻ്റെ ബ്ലഡും ഒക്കെ ഫ്രീസ് ചെയ്യണമെങ്കിൽ ആ നോർമൽ അതിൻ്റെ ഇപ്പോൾ അത് കിടക്കുന്ന ആ വെള്ളത്തിലുള്ള ആ വെള്ളത്തിൻ്റെ ഫ്രീസിങ് പോയിന്റിലേക്കാൾ താഴെയായിട്ട് വരണം. എന്നാൽ മാത്രമേ ഇവരുടെ ബോഡിയിലുള്ള ബോഡി ഫ്ലൂയിഡ്സ് ഫ്രീസ് ആകുകയുള്ളൂ. അപ്പോൾ അവരുടെ ഫ്രീസിങ് പോയിന്റിനെ അത്രയും താഴ്ന്ന ലെവലിലേക്ക് മാറ്റിക്കൊണ്ടുവരുന്നു. അപ്പോൾ അതിന് സഹായിച്ചത് ഈ ആൻറ്റി ഫ്രീസ് പ്രോട്ടീൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഡീപ് സീയിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അന്റാർട്ടിക് പോളാർ റീജിയനിലൊക്കെ ഇത്രയും ടെമ്പറേച്ചർ സബ്സീറോ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അതിന് ജീവിക്കാൻ കഴിയുന്നത് അവരുടെ ശരീരത്തിലുള്ള ആൻറ്റി ഫ്രീസ് പ്രോട്ടീൻ ഉള്ളത് കൊണ്ടാണ്. There are many marine fishes which live at great depths in the ocean where the pressure could be 100 times more than the atmospheric pressure. ചില മറൈൻ ഫിഷസ് ഓഷന്റെ ഏറ്റവും അടിത്തട്ടിൽ വസിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ അടിത്തട്ടിൽ എന്ന് പറയുമ്പോൾ അവിടെ പ്രഷർ വളരെ കൂടുതലായിരിക്കും. മനസ്സിലായോ? നമ്മൾ നോർമൽ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് താഴോട്ട് പോകുമ്പോൾ പ്രഷർ കൂടുന്നു, മുകളിലോട്ട് പോകുമ്പോൾ പ്രഷർ കുറയുന്നു. അപ്പോൾ ഇവിടെ 100 ടൈംസ് മോർ ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇത്രയും ഡീപ് സീൽ എന്ന് പറയുമ്പോൾ പ്രഷർ വളരെ കൂടുതലായിരിക്കും. അങ്ങനെ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ, ഇത്രയും പ്രഷർ വരുമ്പോൾ ഈ നമ്മുടെ ബോഡിയിൽ ആ പ്രഷർ കൂടുമ്പോൾ അതിനകത്തുള്ള ബോഡിയിലുള്ള എല്ലാ സാധനങ്ങളും ക്രഷ് ചെയ്തു പോകും. അങ്ങനെയുള്ള ക്രഷിങ് ആയിട്ടുള്ള പ്രഷറാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ബോഡിയെല്ലാം പൊടിഞ്ഞു പോകും ആ സമയത്ത്. മനസ്സിലായോ? അത്രക്ക് പ്രഷറാണ് താഴേക്ക് പോകുന്നതോ. അപ്പം ഇത്രയും ഡീപ്പ് ആയിട്ടുള്ള സീയുടെ ഏറ്റവും അടിത്തട്ടിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രഷർ കൂടിയ സ്ഥലമാണ്. എന്നിട്ടും അവിടെയും ചില ഫിഷസ് ജീവിക്കുന്നു. ഹൗ ഡു ദേ ലിവ് അണ്ടർ സച്ച് ക്രഷിംഗ് പ്രഷർ? ഇത്രയും ക്രഷിംഗ് ആയിട്ടുള്ള പ്രഷറിൽ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? ഫിഷ് ലിവിങ് ക്ലോസർ ടു ദ സർഫസ് ഓഫ് വാട്ടർ ഹാവ് എ സ്വിം ബ്ലാഡർ. അതായത് സാധാരണ ഓഷനിൽ ക്ലോസ് ആയിട്ട് വെള്ളത്തിൻ്റെ സർഫസിന് ക്ലോസ് ആയിട്ടൊക്കെ, അതായത് ഒരുപാട് ഡീപ്പായിട്ട് താഴോട്ട് പോകാതെ, ഒരുപാട് ഡെപ്തിലോട്ട് പോകാതെ സർഫസിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തൊക്കെ ഉള്ള ഫിഷിനാണെങ്കിൽ അതിന് ഒരു സ്വിം ബ്ലാഡർ ഉണ്ടായിരിക്കും. എല്ലാ ഫിഷിനും തന്നെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? അതിനകത്ത് ഒരു എയർ കാവിറ്റി അല്ലെങ്കിൽ ഒരു എയർ ബാഗ് ഫിൽഡ് വിത്ത് എയർ നിറച്ച ഒരു ബാഗ് മീനൊക്കെ മേടിക്കുമ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ഒരു എയർ ബ്ലാഡർ ഉണ്ടായിരിക്കും. അത് വലിയ ഫിഷിലേക്ക് കുറെ കൂടി താഴോട്ടുള്ള ഫിഷിനാണെങ്കിൽ കുറെ വലിയ ബാഗായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എയർ ഫിൽഡ് ബാഗ് അതിനകത്തുണ്ടായിരിക്കും. ആ ബാഗ് അതിനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനും താഴ്ന്നു പോകാനും ഒക്കെ സഹായിക്കുന്നത് ഈ എയർ ബാഗുകളാണ്. പക്ഷേ ഈ ബാഗുകൾ പോലും ഇത്രയും ഡീപ്പായിട്ടുള്ള സ്ഥലത്തേക്ക് പോയാൽ ഈ ബാഗുകളും ക്രഷായിട്ട് പോകും. കാരണം അവിടെ പ്രഷർ വളരെ കൂടുതലാണ്. അപ്പം അത്രയും ഡീപ്പിൽ ഈ ബാഗുകൾക്ക്, ഈ എയർ കാവിറ്റി എയർ ഫിൽഡ് ബാഗുകൾക്ക് പോലും നിലനിൽക്കാൻ കഴിയില്ല. എന്നിട്ടും അവിടെ ഫിഷുകളുണ്ട്. അപ്പം അവിടെ അവ എങ്ങനെ ജീവിക്കുന്നു? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് പിസൊളൈറ്റിസ്. അതിൻ്റെ ഇത്രയും ഡീപ്പായിട്ടുള്ള ഭാഗത്ത് ജീവിക്കുന്നതിന് കാരണം അവിടെ പ്രഷർ ഹൈ ആണ്. എന്നിട്ടും അവിടെ ജീവികൾക്ക് ജീവിക്കാൻ കഴിയുന്നതിന് കാരണം ദേ ഹാവ്
പിസൊളൈറ്റിസ്. പിസൊളൈറ്റിസ് എന്ന് പറയുന്നത് സ്മോൾ ഓർഗാനിക് മോളിക്യൂൾ, ഒരു പ്രത്യേക തരം സ്മോൾ ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ആണ് പിസൊളൈറ്റിസ് എന്ന് പറയുന്നത്. This pizzolitis stop the molecules such as membranes, proteins, etc. being crushed by the pressure. അപ്പോൾ ആ പ്രഷർ കൊണ്ട് അത് ക്രഷ് ചെയ്ത് പൊട്ടിപ്പോകാതിരിക്കാൻ സഹായിക്കുന്നത് ഈ പിസൊളൈറ്റിസ് ഉള്ളത് കൊണ്ടാണ്. Some organisms show behavioral adaptations or behavioral adjustments to cope with the variations in the environment. ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ആ എൻവയോൺമെന്റിനനുസരിച്ച് അവര് ചില ബിഹേവിയറൽ അഡ്ജസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ബിഹേവിയറൽ അഡാപ്റ്റേഷൻസ് നടത്തുന്നു. ഫോർ എക്സാമ്പിൾ, ഡെസേർട്ട് ലിസാർഡ്സ് ബാസ്ക് ഇൻ ദ സൺ ആൻഡ് അബ്സോർബ് ഹീറ്റ് when their body temperature drops below the normal temperature. Their body temperature drops below the comfort zone and move into shade when the temperature starts increasing. അപ്പോൾ ചില ഡെസേർട്ട് ലിസാർഡ്, ഡെസേർട്ടിലൊക്കെ കാണുന്ന ഒരുതരം പല്ലി, അതാണ് ഒരുതരം ലിസാർഡ്. അത് ബാസ്ക് ഇൻ ദ സൺ, ബാസ്ക് ഇൻ ദ സൺ, ബാസ്ക് എന്ന് പറഞ്ഞാൽ വെയിൽ കായുക എന്ന് നമ്മൾ പറയില്ലേ. അപ്പോൾ അത് സണ്ണില് വെയിൽ വരുമ്പോൾ അത് സണ്ണിൽ പോയി കിടക്കും. എന്തിനാണ്? അതിന്റെ ബോഡി ടെമ്പറേച്ചർ കൂട്ടുന്നതിന് വേണ്ടി. അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്ത് അതിന്റെ ബോഡി ടെമ്പറേച്ചർ കൂട്ടുന്നതിന് വേണ്ടി അത് വെയിൽ വരുമ്പോൾ വെയിലത്ത് പോയി കിടക്കുന്നു, വെയിൽ കായുന്നു. അതിനുശേഷം പിന്നീട് ചൂട് കൂടി വരുമ്പോൾ അത് വീണ്ടും തണലത്തേക്ക് മാറിപ്പോകുന്നു, ഷെയ്ഡിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അത് അതിന്റെ സ്വഭാവത്തിൽ, അതാണ് ബിഹേവിയറൽ അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ കാണുന്ന നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പല മൃഗങ്ങളും ഇത് കാണിക്കാറുള്ളതാണ്. നമുക്കറിയാം അല്ലേ, വെയിൽ വരുമ്പോൾ അത് വെയിലത്ത് പോയി കിടക്കും കുറച്ചു നേരം, അത് കഴിഞ്ഞ് ചൂട് കൂടി കഴിയുമ്പോൾ ഉടനെ മാറി കിടക്കുന്നത് കാണാം. അപ്പോൾ ഇത് അതാണ് ബിഹേവിയറൽ അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ some species are burrowing into the soil to hide and escape from the above heat. അതുപോലെ ചില ഓർഗനിസംസ് മണ്ണിങ്ങനെ കുഴിച്ചിട്ട് ബറോയിങ് ഇൻ ടു ദ സോയിൽ, മണ്ണിനടിയിലോട്ട് കിടക്കുന്നത് കാണാം. ചൂട് കൂടി കഴിയുമ്പോൾ അതും ഡോഗൊക്കെ അങ്ങനെ കാണിക്കാറില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, മണ്ണ് കുറച്ച് കുഴിച്ചിട്ട് അതിനകത്തോട്ട് കിടക്കുന്നത് കാണാം. അപ്പോൾ അത് ഇതുപോലെ ചൂട് കുറക്കുന്നതിന് വേണ്ടി, അപ്പോൾ ചൂട് വരുമ്പോഴത്തേക്കും അത് ബറോയിങ് ഇൻ ടു ദ സോയിൽ, മണ്ണിനടിയിലോട്ട് കയറി കിടക്കുന്നു. ചൂട് കൂടുമ്പോൾ അത് കുറക്കുന്നതിനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ പറഞ്ഞത്, അത് കുറച്ച് കുഴിച്ചിട്ട് അതിനടിയിലോട്ട് കയറി കിടക്കുക എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഒരുപാട് ജീവികളില് ഇതുപോലെ വൈവിധ്യങ്ങളായിട്ടുള്ള അഡാപ്റ്റേഷൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ എക്സാമ്പിൾസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതിലേതും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം ബുക്കിൽ തന്നിരിക്കുന്ന എല്ലാ എക്സാമ്പിളും നിങ്ങൾ പഠിച്ചിരിക്കണം. അതിനകത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. താങ്ക് യു.